ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു കഷ്ണം വെള്ളരിക്ക വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പോളം പരിപ്പ്. ഇതിപ്പോൾ കടലപ്പരിപ്പാണ്. നമുക്ക് സാധാരണ സാമ്പാർ പരിപ്പ് അത് വെച്ച് ഉണ്ടാക്കാം. ഇത് കുറച്ച് ജീരകം വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ജീരകമുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങയാണ്. പക്ഷേ ഈ തേങ്ങ നമ്മുടെ അതേ കപ്പ്, ഈ കപ്പിന് ഒരു 3/4 കപ്പ് തേങ്ങ എടുത്താൽ മതി. ചിരണ്ടിയിട്ടില്ല, ഞാൻ ചിരണ്ടി എടുക്കണം. ബാക്കി നമുക്ക് കാണാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പരിപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, വെള്ളരിക്ക എല്ലാം കൂടി ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. വെള്ളരിക്കയുണ്ട്, പരിപ്പുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ഇത് വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ എടുത്ത കപ്പിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ആവശ്യത്തിന് നോക്കണം. എന്നിട്ട് നന്നായിട്ട് വേവട്ടെ. വേകുന്ന നേരത്തിന് നമുക്ക് അരയ്ക്കാനുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇതിലോട്ടിടുകയാണ്. അതിനായിട്ട് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ച് ജീരകം കൂടി ഇടുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. നമ്മളിപ്പോൾ വെന്ത് അത് കുക്കറിൽ നിന്ന് ഞാൻ ചട്ടിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, പരിപ്പും വെള്ളരിക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കിതിനെടുത്തിട്ട് അരപ്പരച്ച് വെച്ചിരുന്നല്ലോ, തേങ്ങയും ജീരകവും മഞ്ഞളും മാത്രം, അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിടാം. ഒന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉപ്പ് നോക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇടുകയാണ്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിടുക. 2 ഉണക്കമുളകും ഇട്ട് നമുക്കിനി കറിവേപ്പില കൂടി ഇടാം. ഇനി നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയും കൂടെ ഇതിലോട്ടിടുകയാണ്. നന്നായിട്ട് മൂപ്പിക്കണം. തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വാസനയാണ്. ഒരു പരിപ്പോടെ ഉണ്ടാക്കണം മണം തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് ബന്ദി. നമുക്കിത് താളിച്ച ചീനിച്ചട്ടിക്കകത്തൊക്കെ കുറച്ച് ഒഴിച്ചു ഇടാം. നിർബന്ധമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഞാൻ പൊതുവെ എല്ലാത്തിനും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു മണം, അതിൻ്റെ രുചി മുഴുവൻ കൊണ്ട് പോരും. ഇതാണ് നമ്മുടെ ബന്ദി എന്നാണ് ഇതിൻ്റെ പേര്. വെള്ളരിക്കയും പരിപ്പ് ഇട്ട് വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും ഒക്കെ കൊള്ളാം. നല്ലതാണിത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി ഡിഷിലോട്ട് ഒഴിക്കാം. ഡിഷിലോട്ട് മാറ്റുവാണ്. അതീവ രുചികരമായ ബന്ദി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് വെള്ളരിക്കയും പരിപ്പും ഇട്ട് താളിച്ചെടുക്കണ കറിയാണ്. തേങ്ങ താളി നമ്മൾ സാധാരണ നമ്മുടെ എരിശ്ശേരിക്കൊക്കെയാണ് ഇങ്ങനെ താളിക്കാറല്ലേ. ഇതിന് താളിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ കറി ഒന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സ്വാദിഷ്ടമാണ് ഈ കറി. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.